മഹത്തായ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആരംഭം എളിയതായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ലളിതവും ഉൾക്കാഴ്ച നിറഞ്ഞതും ഉന്നതവുമായ ആദർശ ലക്ഷ്യങ്ങളും അവ നേടിയെടുക്കുവാനുള്ള ദൃഢനിശ്ചയവും സമർപ്പണവുമാണ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ വളർച്ചയുടെ പിന്നിലെ ഘടകങ്ങൾ. ക്രൈസ്തവ സഭയുടെ സുവിശേഷീകരണത്തിൽ ഏറ്റവും മഹത്തായ സ്ഥാനം സൺഡേ സ്കൂളിനാണ്. 1969-70 കാലഘട്ടത്തിൽ പേരൂക്കാവ് ഗോസ്പൽ സെന്ററിൽ റവറന്റ് തോമസ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂളും ആഴ്ചയിലൊരിക്കൽ ബൈബിൾ ക്ലാസും ആരംഭിച്ചു. ഇരവിപേരൂർ സ്വദേശിയായ പാസ്റ്റർ MP ചാക്കോ ആദ്യകാലങ്ങളിൽ ക്ലാസുകൾ എടുത്തു. ഏകദേശം 200-ൽ പരം വിദ്യാർത്ഥികൾ സൺഡേ സ്കൂളിൽ പഠനം നടത്തി. ഈ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് എന്ന മഹാപ്രസ്ഥാനം ഉദയം കൊണ്ടത്. ഏതൊരു സഭയുടെയും ശക്തി കേന്ദ്രമാണ് അതിന്റെ യുവജന പ്രസ്ഥാനം. സഭയുടെ വളർച്ചയ്ക്കൊപ്പം യുവജനങ്ങളെയും ആത്മീയമായി വളർത്തിയെടുക്കണം എന്ന ആശയമാണ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് യുവജന പ്രസ്ഥാനമായ ന്യൂ ലൈഫ് യൂത്ത് ഫെലോഷിപ്പിന് തുടക്കം കുറിക്കുവാൻ കാരണമായത്. സഭാപ്രവർത്തനങ്ങൾ 50 വർഷം പിന്നിട്ട ഈ സാഹചര്യത്തിൽ സഭയ്ക്ക് 14 സെന്ററുകളും 100-ലധികം സഭകളും തെക്കൻ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ വടക്കൻ കേരളത്തിൽ ശക്തമായ നിലയിൽ സഭാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ പ്രാദേശിക സഭകളിലെ സൺഡേ സ്കൂളുകളിൽ നഴ്സറി മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 300-ൽ പരം കുട്ടികൾ പഠിക്കുന്നു. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ വാർഷിക പരീക്ഷ നടത്തുകയും വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നു. ന്യൂ ലൈഫ് യൂത്ത് ഫെലോഷിപ്പ് ആൻഡ് സൺഡേ സ്കൂൾ യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മീക താലന്ത് വളർത്തിയെടുക്കുവാൻ വേണ്ടി പ്രാദേശിക സഭകളിൽ യൂത്ത് മീറ്റിംഗ് നടത്തുകയും വിജയികളാകുന്ന സെന്ററുകൾക്കും സഭയ്ക്കും വ്യക്തികൾക്കും ട്രോഫികളും സമ്മാനങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ വർഷവും ഒക്ടോബർ മാസം 2-ാം ഞായറാഴ്ച സൺഡേ സ്കൂൾ യൂത്ത് ഡേ ആയി കൂടി വരികയും അന്നത്തെ ആരാധനയിൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ശുശ്രൂഷയ്ക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. ജനറൽ കൺവെൻഷനോട് അനുബന്ധിച്ച് സൺഡേ സ്കൂളിന്റെയും വാർഷികം നടത്തപ്പെടുന്നു. യൂത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും സ്റ്റേറ്റ് ക്യാമ്പ് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുന്നു. ചർച്ചിന്റെ പുത്രികാ സംഘടനകളുടെ സംസ്ഥാന സെക്രട്ടറിമാരായി ഇതുവരെയും പാസ്റ്റർമാരായ MI പീറ്റർ, TY ജോൺസൺ, MO ജോൺ, സാബു K ജോൺ, റജി K എബ്രഹാം, ഷാജി ജോസഫ്, J യേശുദാസ്, TM പാപ്പച്ചൻ, KA തോമസ്, TU ജോസഫ്, പീറ്റർ M ജോൺ, KI രാജേഷ്, CK വിജയൻ, VV സുരേഷ്, VP ജോസ്, KM ജോസഫ്, ജോർജ് ചാക്കോ, സാം പീറ്റർ, അഭിലാഷ് K മാത്യു, KA സ്റ്റാലിൻ, ബിജുമോൻ ER എന്നീ ദൈവദാസന്മാർ സ്തുത്യർഹമായ സേവനം ചെയ്തു. 2024 മുതൽ പാസ്റ്റർ ഡെന്നി സാം, പാസ്റ്റർ സുനീഷ് രാജൻ എന്നീ ദേവദാസന്മാർ സൺഡേ സ്കൂളിന്റെയും NLYF-ന്റെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ക്രൈസ്തവ കൈരളിയിൽ ഒരു ചെറിയ സഭയായ നമുക്ക് 50 വർഷങ്ങൾ പിന്നിടുവാൻ ദൈവം ഇടയാക്കി. കൂടുതൽ പ്രാർത്ഥനയോടെ, കൂടുതൽ ഒരുക്കത്തോടെ ഇനിയും നമുക്ക് സഭയായി മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.